തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. ഇതാണ് യേശുക്രിസ്തു ആദ്യമായി ലോകത്തോട് പ്രഖ്യാപിച്ച സുവിശേഷം. ഈ വാക്യത്തിന്റെ ആരംഭത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് യേശു സൂചിപ്പിക്കുന്നത്: കാലം തികഞ്ഞു എന്ന്. ഇത് കേട്ടപ്പോൾ പലരും മനസ്സിലാക്കിയത് ലോകാവസാനം അടുത്തിരിക്കുന്നു എന്നാണ്. അത് അല്പം കൂടി വ്യക്തമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്നു: ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, പുതിയ ഒരു യുഗപ്പിറവി, പുതിയ കാലഘട്ടത്തിന്റെ തുടക്കം തന്റെ മനുഷ്യാവതാരത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നു എന്ന് യേശു ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു ഇവിടെ. സൃഷ്ടിയുടെ ആരംഭം മുതൽ യേശുക്രിസ്തു വരെയുള്ള കാലഘട്ടങ്ങളെ പല കാലങ്ങളായി വേദപുസ്തക പണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നടന്ന ഏദൻ തോട്ടത്തിലെ മനോഹരമായ കാലഘട്ടമാണ് ആദ്യത്തെ കാലം. ആ കാലത്തിന് നിഷ്പാപയുഗം അല്ലെങ്കിൽ പാപമില്ലാത്ത കാലം എന്ന് പറയാം. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ പാമ്പിന്റെ വാക്ക് അനുസരിച്ചതിനാൽ പാപം ചെയ്ത അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ഭൂമിയിൽ വെച്ച് മനുഷ്യൻ പെരുകുന്നു, അവരിൽ ദുഷ്ടത നിറയുന്നു. മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ സഹോദരൻ സഹോദരനെ കൊല്ലുന്നു, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന അവസ്ഥയിലെത്തുന്നു. മനുഷ്യന്റെ ദുഷ്ടത അവസാനിപ്പിക്കുന്നതിന് ദൈവം തീരുമാനമെടുക്കുന്നു. മനുഷ്യകുലത്തിൽ നീതിമാനായ നോഹയുടെ കുടുംബത്തെ മാത്രം ദൈവം വെള്ളത്തിലൂടെ രക്ഷിച്ചിട്ട് ബാക്കി സകലരെയും ദൈവം മഹാപ്രളയത്തിലൂടെ നശിപ്പിക്കുന്നു. ഈ കാലത്തിന് ജലപ്രളയകാലം എന്ന പേര് നൽകാം. അനീതിയും ദുഷ്ടതയും പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനും ദൈവകോപത്തിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്ന വലിയ താക്കീത് ഈ കാലഘട്ടത്തിൽ ദൈവം നൽകുകയാണ്. അടുത്തത് നോഹ മുതൽ അബ്രാഹാം വരെയുള്ള കാലമാണ്. ഇതിനെ തെരഞ്ഞെടുപ്പിന്റെ കാലം എന്ന് വിളിക്കാം. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു: നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ ദൈവം അബ്രാഹാമിനെ തിരഞ്ഞെടുക്കുകയാണ്. തുടർന്ന് അവൻ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ വിശ്വാസികളുടെ പിതാവായി രൂപാന്തരപ്പെടുന്ന കാഴ്ച നാം കാണുന്നു. അബ്രാഹാം മുതൽ മോശ വരെയുള്ള കാലമാണ് അടുത്തത്. അത് വാഗ്ദത്ത കാലമാണ്. ദൈവം നേരിട്ട് ദൈവജനത്തിന് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരുന്ന കാലം. തന്റെ സ്നേഹിതനായ അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദത്തം ദൈവം അവന്റെ സന്തതി പരമ്പരയ്ക്ക് നൽകി അവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ച ചരിത്രം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു. മോശ മുതൽ യോഹന്നാൻ വരെയുള്ള കാലമാണ് അടുത്തത്. ഇതിനെ ന്യായപ്രമാണ കാലം എന്ന് വിളിക്കാം. ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് എഴുതിയ ന്യായപ്രമാണം തന്റെ സ്വന്തം ജനത്തിന് നൽകി അവർ ആ ന്യായപ്രമാണപ്രകാരം ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവരെ കനാൻ ദേശത്ത് എത്തിച്ച കാലമാണ് ഇത്. മിസ്രൈമിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ദൈവജനത്തെ മോചിപ്പിക്കുന്നതിന് ദൈവം മോശയെ വെള്ളത്തിലൂടെ രക്ഷിച്ചു. ദൈവം ചെങ്കടലിലെ വെള്ളം കൊണ്ട് മതില് കെട്ടി ചെങ്കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ റോഡുണ്ടാക്കി ദൈവജനത്തെ മറുകരയിലെത്തിക്കുന്നു. തുടർന്ന് ജോർദാൻ നദിയിലെ വെള്ളം കൊണ്ട് ചിറകെട്ടി ദൈവജനത്തെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നു. തുടർന്ന് യേശുക്രിസ്തുവിന്റെ സ്നാനത്തിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനും ജോർദാൻ നദിയിലെ വെള്ളം സാക്ഷ്യം വഹിച്ചു. ഇവിടെയെല്ലാം നാം കാണുന്ന ജലത്തിന്റെ സാന്നിധ്യം ജീവന്റെ പ്രതീകമായിട്ട് വേണം മനസ്സിലാക്കുവാൻ. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യന് നൽകിയ ദൈവിക ജീവൻ അവൻ പൈശാചിക കൂട്ടുകെട്ടിലൂടെ വിഷലിപ്തമാക്കി ആ ജീവൻ വീണ്ടും വിശുദ്ധീകരിച്ച് മനുഷ്യവർഗത്തിന് നൽകുക എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ് ജീവന്റെ പ്രതീകമായ ജലത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ അനേക സന്ദർഭങ്ങളിൽ നാം കാണുന്നത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് മുതൽ യേശുവിന്റെ 2ാം വരവ് വരെയുള്ള കൃപയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന്റെ ആരംഭം കുറിക്കുന്നതിനുള്ള തിരശീല ഉയരുകയാണ് കാനായിലെ കല്യാണത്തിലൂടെ. മദ്യപിക്കുന്ന സഹോദരങ്ങൾ തമാശയ്ക്കാണെങ്കിൽ പോലും യേശുക്രിസ്തു കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മദ്യപിക്കുന്ന ഞങ്ങൾക്ക് ലൈസൻസ് തന്നു എന്നും അതും യേശുക്രിസ്തു വീര്യമേറിയ വീഞ്ഞാണ് ഉണ്ടാക്കിയതെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ
യേശുക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുകയായിരുന്നില്ല കാനാവിൽ ചെയ്തത്. യഥാർത്ഥത്തിൽ സൃഷ്ടിയാകുന്ന ജലം സൃഷ്ടാവാകുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഹിതം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ഹിതത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ മദ്യപിക്കുന്ന സഹോദരങ്ങളും ഇതുപോലെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഒരു രൂപാന്തരത്തിന് തയ്യാറായാൽ കാനാവിലെ അത്ഭുതം ഇന്നും അർത്ഥമുള്ളതായി തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ യേശു ആഗ്രഹിക്കുന്നത് സൃഷ്ടിയാകുന്ന മനുഷ്യൻ സൃഷ്ടാവാകുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവരാജ്യത്തിന് യോഗ്യതയുള്ളവരാകുവാൻ തക്കവണ്ണം മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് ദൈവരാജ്യത്തിന് അവകാശികളായി തീരണം എന്ന് തന്നെയാണ്. ഈ സത്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം പിതാക്കന്മാർ നോമ്പിൻ്റെ ആരംഭ ദിനത്തിൽ തന്നെ ഈ വേദഭാഗം സുവിശേഷ ഭാഗമായി തിരഞ്ഞെടുത്തത്. അപ്രകാരം മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഈ കൃപായുഗത്തിൽ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.